നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 4. ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തിലെ ആദ്യ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാനും യുഎസും തമ്മിൽ സമാധാന ചർച്ചകൾ നടക്കുകയാണെന്നുള്ള പ്രസ്താവന ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി കുറിച്ചെങ്കിലും യുഎസിലെ ഒഫീഷ്യൽസിന്റെ ഭാഗത്ത് നിന്നും ഇതുവരെ ഇറാനുമായിട്ട് ചർച്ചകൾ നടത്താനുള്ള നടപടികളുടെ കാര്യത്തിൽ യാതൊരുവിധ ഡെവലപ്മെന്റ്സും വന്നിട്ടില്ലെന്നുള്ള സ്ഥിരീകരണമാണ് വന്നുകൊണ്ടിരിക്കുന്നതും. മാത്രമല്ല, ഇന്നലെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും യുഎസുമായിട്ട് സമാധാന ചർച്ചയ്ക്കില്ല എന്നുള്ള കാര്യത്തില് വ്യക്തമായ നിലപാടും അറിയിക്കുകയും ചെയ്തിരുന്നു. ആയതിനാൽ തന്നെ ചർച്ചകൾ ഇറാൻ നിഷേധിച്ചതിനെ തുടർന്ന് ഒന്നെങ്കിൽ കരാർ അല്ലെങ്കിൽ പൂർണ്ണ കീഴടങ്ങൽ, ഇതല്ലെങ്കിൽ യുഎസിന്റെ ഭാഗത്ത് നിന്നും കനത്തമായ തിരിച്ചടി ഇറാൻ നേരിടേണ്ടി വരുമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്കാണെന്നുമുള്ള പ്രസ്താവന വീണ്ടും യുഎസ് പ്രസിഡന്റ് ഇന്ന് വെളുപ്പിനോടുകൂടി ആവർത്തിച്ചിട്ടുമുണ്ട്. ഇതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് എണ്ണയുടെ വിലയിലും നേരിയ തോതിൽ അനുഭവപ്പെടുന്നുമുണ്ട്. ആയതിനാൽ തന്നെ കഴിഞ്ഞ വീക്കെൻഡോടുകൂടി അനുഭവപ്പെട്ട ശാന്തത വീണ്ടും നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടപ്പെടുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ ഓഗസ്റ്റ് 3 മുതൽ ഓയിലിന്റെ എക്സ്പോർട്ടിലുള്ള വിൻഫോൾ ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പെർ ലിറ്ററിന് ഡീസലിന് 15 രൂപയിൽ നിന്നും 25 രൂപയായിട്ടും പെട്രോളിന് 2.5 രൂപയിൽ നിന്നും 3.5 രൂപയിലേക്കും എയർ ടർബൈൻ ഫ്യൂവലിന് 14 രൂപയിൽ നിന്നും 22 രൂപയിലേക്കുമാണ് വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇന്ന് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ സ്റ്റോക്കുകൾ ഒരുപക്ഷെ ശ്രദ്ധ ആകർഷിച്ചേക്കാം. ONGC, ഭാരത് എയർടെൽ, FSN ഇ-കൊമേഴ്സ് വെഞ്ചേഴ്സ് അഥവാ നൈക്ക, ഭാരതി ഹെക്സാകോം, അലംബിക് ഫാർമസ്യൂട്ടിക്കൽസ്, ഇമാമി, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഗ്രാഫൈറ്റ് ഇന്ത്യ, ഗ്രീപ്സ് കോട്ടൺ, കല്യാൺ ജുവല്ലേഴ്സ്, മാരിക്കോ, മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, പീഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, PNB ഹൗസിംഗ് ഫൈനാൻസ്, യുണൈറ്റഡ് ബ്യൂവറീസ്, UNO മിന്റ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്നവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ നിഫ്റ്റിക്ക് ഏപ്രിൽ 21 ശേഷം 24,600 എന്ന ലെവൽ വീണ്ടും മറികടന്നതിനെ തുടർന്ന് 5 മാസങ്ങൾക്ക് ശേഷം അഥവാ മാർച്ച് 5 ശേഷം 24,700 എന്ന ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. ആയതിനാൽ തന്നെ ഇന്നലെ ഉണ്ടായ ശക്തമായ നേട്ടത്തെ തുടർന്ന് ഇന്നൊരു പക്ഷേ കൺസോളിഡേഷനുള്ള സാധ്യത മാർക്കറ്റ് തള്ളിക്കളയാൻ ആവുകയില്ലെങ്കിലും ഇന്നലത്തെ നിഫ്റ്റിയുടെ ഡേ ഹൈ ആയ 24,777 എന്ന ലെവൽ ശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,850, പിന്നീട് സൈക്കോളജിക്കൽ ലെവലായ 25,000, ഈ സൈക്കോളജിക്കൽ ലെവലും അതിശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ US ഇറാൻ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപേയുള്ള 27-ാം തീയതി ഫെബ്രുവരിയിലെ ക്ലോസിംഗ് ലെവലായ 25,150 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം ഡൗൺ സൈഡിലേക്ക് 24,600, തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 24,500 എന്നീ ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. എന്നാൽ 24,500 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൺസോളിഡേഷനുള്ള സാധ്യതകൾക്കും അങ്ങനെ ഏൽറ്റേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ ഇന്ത്യയിൽ നിന്നും രാവിലെ 10:00 ജൂലൈ മാസത്തെ HSBC മാനുഫാക്ചറിംഗ് PMI ഫൈനൽ ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. എക്സ്പോർട്ട് ഓർഡറുകളിൽ വർധനവുണ്ടായെങ്കിലും ആഭ്യന്തര വിപണിയിലെ ആവശ്യം കുറഞ്ഞതും മൂലവും ജൂലൈയിലെ ഇന്ത്യയുടെ ഉൽപാദന മേഖലയുടെ വളർച്ചാ വേഗതയിൽ വീണ്ടും കുറവുണ്ടായിട്ടുണ്ട്. ജൂണിലെ 54.2% നിന്നും ജൂലൈ ആയപ്പോൾ 53% താഴ്ച രേഖപ്പെടുത്തിക്കൊണ്ട് 2021 ഓഗസ്റ്റിന് ശേഷം ഏറ്റവും താഴ്ന്ന നിരയിലായിട്ടാണ് ഇന്നലെ ഇന്ത്യയിൽ നിന്നും HSBC മാനുഫാക്ചറിംഗ് PMI ഫൈനൽ ഡാറ്റ റിലീസ് ചെയ്യപ്പെട്ടതും. എങ്കിലും 50 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഫാക്ടറി ആക്ടിവിറ്റികൾ വളർച്ച രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇന്നലെ യുഎസിൽ നിന്നും ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 ജൂലൈ മാസത്തെ ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ടായിരുന്നു. ജൂണിലെ 53.3% നിന്നും 55.6% ജൂലൈയിലെ യുഎസിലെ ISM മാനുഫാക്ചറിംഗ് PMI വർധനവ് രേഖപ്പെടുത്തി. തൽഫലമായി 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് യുഎസിൽ നിന്നും ഈ ഡാറ്റ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ഗ്ലോബൽ മാർക്കറ്റില് ജിയോ പൊളിറ്റിക്കൽ കൺസേൺസിന് അയവ് വന്നതിനെ തുടർന്ന് അത് എണ്ണയുടെ വിലയിലുണ്ടാക്കിയ ശക്തമായ
ഇടിവിന്റെ ഫലമായിട്ടും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് നിഫ്റ്റിയിൽ ഇന്നലെ ഏകദേശം 5 ലക്ഷം കോടി രൂപയുടെ ക്യാപിറ്റൽ ആഡ് ചെയ്യപ്പെട്ടു. കൂടാതെ ഈ കലണ്ടർ മാസത്തിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനായ ഇന്നലെയും തുടർച്ചയായ 5ാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈങ് തുടരുകയാണ് ചെയ്തത്. ഇന്നലെ 922.26 കോടി രൂപയ്ക്ക് അവർ ബൈ നടത്തിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1571.18 കോടി രൂപയ്ക്കും ബൈങ് തുടർന്നു. ADR സ്റ്റോക്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ കാഴ്ചവെക്കുവാനായ ശക്തമായ പെർഫോമൻസ് ADR സ്റ്റോക്സുകൾക്കും ഇന്നലെ US മാർക്കറ്റിൽ തുടരുവാനായി. തുടർന്ന് ആക്സിസ് ബാങ്ക് ADRന് 2.96%, ഡോക്ടർ റെഡ്ഡീസിന് 1.86%, HDFC ബാങ്ക് ADRന് 0.25%, ICICI ബാങ്ക് ADRന് 1%, ഇൻഫോസിസ് ADRന് 1.83%, വിപ്രോയ്ക്ക് 3.5%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. മിഡിൽ ഈസ്റ്റിലുണ്ടായ ടെൻഷൻസിലെ കുറവ് മൂലവും അത് എണ്ണയുടെ വിലയിലുണ്ടാക്കിയ ഇടിവിന്റെ ഫലമായിട്ടും ഇന്നലെ US മാർക്കറ്റുകൾക്ക് ഈ മാസത്തിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ തന്നെ വീണ്ടും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ ഒട്ടുമിക്ക മെഗാ ക്യാപ് സ്റ്റോക്കുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം ആരംഭിക്കുവാനുമായി. Amazon.comന് ഇന്നലെ 4.8% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് സ്റ്റോക്കിന് $3 ട്രില്യൺ എന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലേക്കും എത്തിച്ചേരുവാനായി. തുടർന്ന് S&P 500ന് 1.48%, നാസ്ഡാക്കിന് 2.13%, നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് ഇന്നലെ അവധിയായിരുന്നു. ഫ്രാൻസ് മാർക്കറ്റിന് 1.25%, ജർമ്മൻ മാർക്കറ്റിന് 1.5%-അടുത്തും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1%-അടുത്തും കൊറിയൻ മാർക്കറ്റ് 1.25%-അടുത്തും നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.5%-അടുത്ത് ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $84.14 ക്രൂഡ് ഓയിലിന്റെ വില $80 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് $80.67 പെർ ബാരൽ എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വില $456.34 പെർ ഔൺസ് എന്ന നിലയിൽ ഫ്ലാറ്റ് ആയിട്ട് തന്നെ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പൂജ പ്രിസിഷൻ എഞ്ചിനീയറിംഗിന്റെ IPO ലിസ്റ്റിംഗ് ഇന്ന് SME സെഗ്മെന്റിലേക്ക് നടക്കാനിരിക്കുന്നു. അലംബിക്, ആന്ധ്ര പേപ്പർ, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ബോഷ്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, എവർറെഡി ഇൻഡസ്ട്രീസ് ഇന്ത്യ, ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രീസ്, ഹിന്ദ് റെക്ടിഫയേഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഡിവിഡന്റിന്റെ എക്സ് ഡേറ്റ് ആണ് ഇന്ന്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെയും തുടർന്ന നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിയുടെ PCR 1.57 എന്ന നിലയിലേക്ക് അൾട്രാ ബുള്ളിഷ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. മാക്സ് പെയിൻ 24,550 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മാത്രമല്ല വെള്ളിയാഴ്ചത്തെ പോലെ തന്നെ ഇന്നലെയും നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായി എന്ന് മാത്രമല്ല RSI 66.87 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,600 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 24,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. 197 കമ്മ്യൂണിക്കേഷൻസ് അഥവാ പേടിഎം ബ്ലോക്ക് ഡീലുകൾ വഴി പേടിഎമ്മിലെ 2.3% ഓഹരികൾ വിൽക്കുവാൻ സേഫ് പാർട്ട്നേഴ്സ് ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഏകദേശം 2,002 കോടി രൂപയോളം മൂല്യം വരുന്ന ഇടപാടിൽ 1,339 രൂപ 65 പൈസ പെർ ഷെയർ എന്ന നിലയിലായിട്ടാണ് ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത്. മീഷോ ബ്ലോക്ക് ഡീലുകൾ വഴി മീഷോയിലെ 2.3% ഓഹരികൾ അഥവാ 1.5 കോടി ഷെയർസ് വിൽക്കുവാൻ പീക്ക് XV പാർട്ട്നേഴ്സും എലവേഷൻ ക്യാപിറ്റലും ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. 1,900 കോടി രൂപ മൂല്യം വരുന്ന ഈ ഇടപാടില് 182 രൂപ 0.8 പൈസ പെർ ഷെയർ എന്ന നിലയിലായിട്ടാണ് ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നതും. LIC ഓഗസ്റ്റ് 4-5 തീയതികളിൽ, അതായത് ഇന്നും നാളെയുമായിട്ട് ഓഫർ ഫോർ സെയിൽ വഴി
വഴി സ്റ്റോക്കിൽ നിന്നും 6.5% വരെ വരുന്ന ഓഹരികൾ വിൽക്കുന്നതായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. 382 രൂപ പെർ ഷെയർ എന്ന നിലയിലായിട്ടാണ് ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നതും. അരവിന്ദ് 518.58 രൂപ പെർ ഷെയർ എന്ന ഫ്ലോർ പ്രൈസിൽ ഫണ്ട് സമാഹരണത്തിനായിട്ട് ഇന്നലെ മുതൽ കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. VVIP ഇൻഫ്രാടെക് ഡൽഹി കേന്ദ്രഭരണ പ്രദേശത്തെ മുഹമ്മദ്പൂർ മജ്രിയിലും കഞ്ചാവാലിയിലും മലിനജല ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 198.5 കോടി രൂപയുടെ പുതിയൊരു പദ്ധതി കമ്പനിക്ക് ലഭിച്ചു. UPL ഗ്രൂപ്പിന്റെ മുതിർന്ന മാനേജ്മെന്റ് അംഗവും UPL കോർപ്പറേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ശ്രീ മൈക്ക് ഫ്രാങ്ക് രാജിവെച്ചു. SBI ഫണ്ട് മാനേജ്മെന്റ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റില് 3.7%, റവന്യൂവില് 15.2% വർധനവ് റിപ്പോർട്ട് ചെയ്തു. കൽപാത്രു കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറില് 49.4 കോടി രൂപ നഷ്ടത്തിൽ നിന്നും ഇത്തവണ ലോസ് കുറച്ചെങ്കിലും 26.5 കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം റവന്യൂവില് 6.5% വർധനവും രേഖപ്പെടുത്തി. കിംസ് പ്രോഫിറ്റില് 47.2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 35.3% വർധനവും രേഖപ്പെടുത്തി. ടോറന്റ് പവർ പ്രോഫിറ്റില് 12.7% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 2.8% വർധനവും രേഖപ്പെടുത്തി. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് പ്രോഫിറ്റില് 159.4%, റവന്യൂവില് 66.9% വർധനവ് രേഖപ്പെടുത്തി. DLF പ്രോഫിറ്റില് 4.1% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 52.9% ഇടിവും റിപ്പോർട്ട് ചെയ്തു. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.